കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളും മറ്റ് ഹൈന്ദവ സന്യാസിമാരും ഇന്ന് മുനമ്പം സന്ദർശിക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒപ്പമുണ്ടാകും. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരം ഇന്ന് 54 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതേസമയം പ്രശ്നപരിഹാരം തേടാൻ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ചെയർമാനായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. സുധീഷ് ഗോപാൽ തുടരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ആദ്യം മുതൽ തന്നെ ഈ മുനമ്പം വിഷയത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷികളും വരുന്നില്ല, BJP ഒഴിച്ച് എന്ന് സമരസമിതിയിലെ ജനങ്ങൾ പറയുമ്പോഴും ഇപ്പോഴും അവർക്ക് കൈത്താങ്ങായി BJPയും മറ്റ് ഹിന്ദു സംഘടനകളും മാത്രമേ ഉള്ളൂ. ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന സ്ഥിതി നിലനിൽക്കുകയാണ് ഇപ്പോൾ കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുന്നത്, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഈ മുനമ്പം സമരത്തിന് ആദ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാവിധ പിന്തുണയും അറിയിച്ചത് ഹിന്ദു ഐക്യവേദിയായിരുന്നു. അതോടൊപ്പം തന്നെ BJPയും മറ്റ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെയും ഇവർക്ക് പിന്തുണയുമായി എത്തി. മറ്റ് സാമുദായിക സംഘടനകൾ SNDP ആയാലും ധീവരസഭയായാലും അങ്ങനെ നിരവധി സംഘടനകളും എത്തിയിരുന്നു. അത് അവർക്ക് നൽകിയ ഒരു ആത്മവിശ്വാസവും വളരെ വലുതാണ്. ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ തുടർച്ച എന്നോണം തന്നെയാണ് ഇന്ന് ചിദാനന്ദപുരി സ്വാമികൾ ഇവിടേക്ക് എത്തുന്നത്. അത് വലിയ പ്രതീക്ഷയോടെ അവർ കാണുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവും മറ്റും മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ അത് കള്ളമാണെന്നും തെളിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതേ സാഹചര്യത്തിൽ ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷയോടെ അവർ കാണുന്നെങ്കിൽ പോലും അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ്. ഇന്നുച്ചയ്ക്ക് 2:30 ചിദാനന്ദപുരി സ്വാമികൾ ഈ സമരപ്പന്തലിലേക്ക് എത്തുന്നത്. ഒപ്പം ഹൈന്ദവ സംഘടനാ നേതാക്കൾ, മറ്റ് സന്യാസിമാർ ഒക്കെ തന്നെയുണ്ട്. അവർ എല്ലാവിധ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കുന്നതിനായിട്ടാണ് ഇന്ന് മുനമ്പത്തേക്ക് എത്തുന്നതും. ദേവിക, ശരി സുധീഷ്.